എറണാകുളം ആലുവയിൽ ലോഡ്ജ് മുറിയിൽ യുവതിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. കൊല്ലം കുണ്ട്ര സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് നേര്യമംഗലം സ്വദേശി ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലയ്ക്ക് ശേഷം ബിനു വീഡിയോ കോളിൽ സുഹൃത്തുക്കളെ വിളിച്ചു കാണിച്ചു കൊടുക്കുകയായിരുന്നു. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. പ്രസാദ്, വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ തെരഞ്ഞെടുക്കുന്നത്. കൊല്ലം കുണ്ട്ര സ്വദേശി അഖിലയാണ് കൊലപ്പെടുത്തിയ ശേഷം സുഹൃത്തുക്കളെ വീഡിയോ കോളിൽ ഈ പ്രതി അല്ലെങ്കിൽ ഈ കൊലപ്പെടുത്തിയ ആൾ സുഹൃത്തുക്കളെ വിളിച്ച് കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ദാരുണമായ കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് ആലുവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആലുവ ടൗണിൽ തന്നെയുള്ള, ആലുവ നഗരത്തിൽ തന്നെയുള്ള ലോഡ്ജിലാണ് ഇത്തരത്തിൽ യുവതിയെ കൊലപ്പെടുത്തിയതായുള്ള വിവരം നമുക്ക് ലഭിച്ചത്. യുവതിയെ ആ ലോഡ്ജിൽ വെച്ച് സുഹൃത്ത് ഷാൾ വെച്ച് കഴുത്തു മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ലഭിച്ച വിവരം എന്ന് പറയുന്നത്. മരിച്ച യുവതി കൊല്ലം കുണ്ട്ര സ്വദേശിയാണ്. അഖില എന്നാണ് പേര്. ഇപ്പോൾ നിലവിൽ സുഹൃത്തായ ബിനുവിനെ, നേര്യമംഗലം സ്വദേശിയാണ് ബിനു, നേര്യമംഗലം സ്വദേശിയായ ബിനുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നേരത്തെയും ഈ ലോഡ്ജിൽ ഇവർ വന്ന് റൂം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലോഡ്ജിലെ ജീവനക്കാരനടക്കം പറയുന്നത്. എന്തായാലും അതിൽ വ്യക്തതയില്ല. ഒരു ചില നിഗമനങ്ങൾ മാത്രമാണ് പോലീസ് നടത്തിയ ആദ്യഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച ചില വിവരങ്ങൾ കൂടിയാണ് അത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് ഇവർ ഇവിടെ റൂം എടുത്തത് എന്നുള്ളതും കൂടി, മുറിയെടുത്തത് എന്നുള്ളതും കൂടിയാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ആദ്യം യുവാവാണ് എത്തിയത്, പിന്നീടാണ് യുവതിയും ലോഡ്ജിലേക്ക് എത്തുന്നത്. അതിനുശേഷം യുവതി എത്തിയതിന് ശേഷം ലോഡ്ജിൽ നിന്ന് വഴക്കിന്റെ ശബ്ദമെല്ലാം കേട്ടു, വലിയ രീതിയിലുള്ള കോലാഹലത്തിന്റെ ശബ്ദമെല്ലാം കേട്ടു എന്നുള്ള തരത്തിലുമൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതായത് ആ ഒരു മുറിയിൽ യുവതിയും യുവാവും തമ്മിൽ വഴക്കുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുവതിയെ കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. കൊലപാതകം നടത്തുക മാത്രമല്ല പ്രതി ചെയ്തിരിക്കുന്നത്. ആ ഒരു കൊലപാതകം നടത്തിയ ശേഷം സുഹൃത്തുക്കളെ വിളിച്ച് ഈ മൃതദേഹം കാണിക്കുക കൂടി ചെയ്തു ഈ ഒരു നേര്യമംഗലം സ്വദേശി ബിനു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കളാണ്, ഈ വീഡിയോ കോളിൽ ഈ ദൃശ്യം കണ്ട, ഈ മൃതദേഹം കണ്ട സുഹൃത്തുക്കളാണ് പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചത്. അത്തരത്തിലാണ് പോലീസ് ലോഡ്ജിലേക്ക് എത്തുന്നതും പിന്നീട് ഈ ഒരു കൊലപാതകം പുറത്തു വരുന്നതും, അല്ലെങ്കിൽ ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നതും. ഇപ്പോൾ നിലവിൽ നേര്യമംഗലം സ്വദേശി ബിനു പോലീസ് കസ്റ്റഡിയിലാണ്. തുടരന്വേഷണം എന്തായാലും ഉണ്ടാവും. നിഗമനങ്ങൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചത്. അപ്പോൾ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കൂടുതൽ സ്ഥിരീകരണങ്ങളിലേക്കൊക്കെ കടക്കും. ഈ വിവാഹം തന്നെയാണോ, വിവാഹത്തെ സംബന്ധിച്ചുള്ള തർക്കം തന്നെയാണോ കൊലപാതകത്തിന് കാരണം എന്നുള്ളതടക്കം അന്വേഷിക്കും. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറിൽ ലഭിക്കും. ദീപ്തി, തീർച്ചയായും കാളിദാസ്, ഈ സുഹൃത്തുക്കളെ വീഡിയോ കോൾ വഴി വിളിച്ചറിയിക്കുകയായിരുന്നു ഈ താൻ കൊലപ്പെടുത്തി എന്നൊരു വിവരം സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഈ സുഹൃത്തുക്കൾ തന്നെയാണ് ഈ ഒരു പോലീസിനെ വിവരം അറിയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ കൂടുതൽ നടപടികൾ, ഈ ഒരു സ്ഥലത്ത് പോലീസ് എത്തുന്ന ഒരു സാഹചര്യം, അതിനുശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ നമുക്കിപ്പോൾ നിഗമനങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. വ്യക്തത വരണമെങ്കിൽ ഇനിയും മുന്നോട്ടുള്ള മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തത വരൂ. കാരണം പോലീസ് ഇപ്പോഴും അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുഹൃത്തിന്റെ, ഈ നേര്യമംഗലം സ്വദേശിയായ